Hello everyone. Today we are starting a new lecture series on Programming in C. Kerala Technological University 2019 സ്കീം പ്രകാരം എല്ലാ ബ്രാഞ്ചസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇൻ S2 Programming in C. The code is EST 102. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ സിലബസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡ്യൂളിൽ അതിൻ്റെ ബേസിക്സ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അതിൻ്റെ ബേസിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. എനിവേ നമുക്ക് ചെക്ക് ചെയ്യാം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് വരുന്ന കുറച്ച് ബ്ലോക്സ് നമുക്കറിയാം. There will be a processor to do certain operations. Then there will be memory. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി ഉണ്ട്. ദെൻ ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ഡിവൈസസ്. പ്രോസസ്സ് ചെയ്ത ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കും. അത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ആ ഫിഗർ ചെക്ക് ചെയ്യുക. സോ വി വിൽ ഗീവ് ഓർ വി ക്യാൻ പ്രൊവൈഡ് ഇൻപുട്സ് ത്രൂ ഇൻപുട്ട് ഡിവൈസസ്. ദെൻ പ്രൊവൈഡ് ചെയ്ത ഡേറ്റ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ മെമ്മറി. ദെൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദ പ്രൊസസ്സർ. Then processor will perform some operations, arithmetic operations അല്ലെങ്കിൽ logic level operations ചെയ്യും. അത് പെർഫോം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് again pass to the memory. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി മോഡ്യൂളിലോട്ട് കൊടുക്കും. Then the final data can be displayed or given to the output unit. ആ ഡേറ്റ ഫ്ലോ നോക്കുക. ആരോ മാർക്ക് ഡയറക്ഷൻ ചെക്ക് ചെയ്യുക. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഡേറ്റ പ്രൊവൈഡ് ചെയ്യുകയാണ് from the external world to the memory. Then മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ പ്രോസസ്സറിന് ആക്സസ് ചെയ്യാം. പ്രോസസ് ചെയ്ത ഡേറ്റ തിരിച്ച് മെമ്മറിയിലോട്ടും സേവ് ചെയ്യാം. അപ്പോൾ ബൈ ഡയറക്ഷണൽ ആരോ അവിടെ ചെക്ക് ചെയ്യുക. ഡേറ്റ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് മെമ്മറി. ദെൻ എഗെയിൻ ഈ പറയുന്ന റിസൾട്ട് എന്ന് പറയുന്ന ടെമ്പററി റിസൾട്ട് ആയാലും ഫൈനൽ റിസൾട്ട് ആയിക്കഴിഞ്ഞാലും സേവ് ചെയ്യുന്നത് മെമ്മറി മോഡ്യൂളിലാണ്. സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് പ്രൊവൈഡ് ചെയ്യണം ഡേറ്റ. ആ ഒരു ഡയറക്ഷൻ ചെക്ക് ചെയ്യുക. ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്, ഫ്രം മെമ്മറി ടു ദ ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി ഓരോ ബ്ലോക്കായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഇറ്റ് കണക്ട്സ് ദ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് വിത്ത് ദ ഇൻറ്റേർണൽ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഫ്രം യൂസർ ത്രൂ കീബോർഡ്സ്, ത്രൂ മൗസ്. ഒരു മൗസ് ക്ലിക്ക് എന്ന് പറയുന്നതും ഒരു ഇൻപുട്ടാണ്, യൂസർ ഇൻപുട്ടാണ്. സോ ഇത്തരത്തിലുള്ള ഡേറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആക്സെപ്റ്റ് ദ ഡേറ്റ ആൻഡ് കമാൻഡ്സ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവയൺമെൻറ്റ് ഫ്രം ദ യൂസേഴ്സ്. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ്. പ്ലീസ് നോട്ട്, ഒരു മൗസ് ക്ലിക്ക് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു കീബോർഡിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലും ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാലും മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റ് എന്ന് പറയുന്ന വൺസ് ആൻഡ് സീറോസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് വോൾട്ടേജ് ലെവൽസ്, ഹൈ ഓർ ലോ ലെവൽ വോൾട്ടേജ് ലെവൽസിലോട്ട് ഈ കൊടുക്കുന്ന ഡേറ്റയെ കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ബൈനറി ലെവൽ അല്ലെങ്കിൽ വൺസ് ആൻഡ് സീറോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫൈനലി ഇറ്റ് ഈസ് സപ്ലൈ ടു ദ കമ്പ്യൂട്ടർ. കൺവേർട്ടഡ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ. ഇൻപുട്ട് യൂണിറ്റിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കീബോർഡ്, മൗസ്, ക്യാമറ, വെബ് ക്യാം, സ്കാനർ, ഇതെല്ലാം തന്നെ ഇൻപുട്ട് യൂണിറ്റിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഇറ്റ് കണക്ട്സ് ദ ഇൻറ്റേർണൽ സിസ്റ്റം ഓഫ് എ കമ്പ്യൂട്ടർ ടു ദ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്. റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞാൽ ദ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഔട്ട്സൈഡ് വേൾഡ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ ഔട്ട്പുട്ട് യൂണിറ്റ്സ്. ജസ്റ്റ് ലൈക്ക് കമ്പ്യൂട്ടർ മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, ഇതെല്ലാം തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ബ്ലോക്കാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ ദ ഫൈനൽ റിസൾട്ട് or even the intermediate results. ഫൈനൽ റിസൾട്ട് അല്ല, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോർ ചെയ്യാനും മെമ്മറി ബ്ലോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫൈനലി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ
it can be sent to the output unit. ഇനി മെമ്മറി യൂണിറ്റ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സ്റ്റോറേജ്. എന്താണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ദ ഡേറ്റ വിച്ച് ഈസ് ബീയിങ് കറൻ്റ്ലി എക്സിക്യൂട്ടഡ്. അതായത് നമ്മളൊരു ഗെയിം എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്തു, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് സേവ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഹാർഡ് ഡിസ്കിലാണ്. ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ആണ് കേട്ടോ. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം ഗെയിം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രം അല്ലെങ്കിൽ ഫയൽസ് മാത്രം ഇറ്റ് വിൽ ബി സെൻഡ് ടു ദ പ്രൈമറി സ്റ്റോറേജ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPU അല്ലെങ്കിൽ പ്രോസസ്സർ എപ്പോഴും ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിത്ത് ദ പ്രൈമറി സ്റ്റോറേജ്. ഓക്കെ, വളരെ പെട്ടെന്ന് അത് ഫെച്ച് ചെയ്യാനും ഡേറ്റ എടുക്കാനും പറ്റുന്നത് പ്രൈമറി സ്റ്റോറേജ് വഴിയാണ്. ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ് അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജിലാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ റാം എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രൈമറി സ്റ്റോറേജ്. ഓക്കെ, സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന റാമിലുണ്ടാവും. ഇനി പവർ ഫെയിലർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ UPSൽ അത് റൺ ചെയ്യും. ഇനി UPSും ഫെയിലായി കഴിഞ്ഞാൽ ഈ റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നഷ്ടപ്പെടും. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. ഡേറ്റ ഈസ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. കമ്പ്യൂട്ടർ ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ പവർ ഫെയിലർ വന്നു കഴിഞ്ഞാൽ റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നഷ്ടപ്പെട്ടു പോകും. സോ അത്തരം മെമ്മറി ഈസ് കോൾഡ് വോളട്ടൈൽ മെമ്മറി. എക്സാമ്പിൾ ഈസ് റാം. ഇനി എന്താണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് നോക്കാം. വെൻ കമ്പയർഡ് വിത്ത് പ്രൈമറി സ്റ്റോറേജ് ഇറ്റ് ഈസ് സ്ലോവർ ആൻഡ് ചീപ്പർ ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ പെർമനൻറ്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്ക്, CD ഓർ DVD, ഇതിലെല്ലാം സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. അതായത് പവർ ഫെയിലർ വന്നു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഹാർഡ് ഡിസ്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോഴേ അത് പോകത്തുള്ളൂ. അല്ലാതെ പവർ ഫെയിലർ വന്നു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും തന്നെ ആ ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പ്രൈമറി സ്റ്റോറേജ് അങ്ങനെയല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയെ നമ്മൾ നോൺ വോളട്ടൈൽ എന്ന് പറയും. നോൺ വോളട്ടൈൽ മെമ്മറി. പവർ ഫെയിലർ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വോളട്ടൈൽ എന്ന് പറയും. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് നോൺ വോളട്ടൈലാണ്. ഇനി പ്രൈമറി മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന വോൾട്ടൈലാണ്. സോ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക. റാം, റോം. ഇനി റാം തന്നെ ഡൈനാമിക് റാം, DRAM ഉണ്ട്, സ്റ്റാറ്റിക് റാം ഉണ്ട്, SRAM. അപ്പോൾ റാം എന്ന് പറയുന്ന റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇനി റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി. റോം തന്നെ രണ്ടായിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. PROM ആൻഡ് EEPROM. EEPROM തന്നെ E²PROM അല്ലെങ്കിൽ ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ EEPROM ഉണ്ട്. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. അതിൽ റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് എന്ന് പറയുമ്പോൾ റീഡ് ആൻഡ് റൈറ്റ് രണ്ട് ഓപ്പറേഷനും ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ ഇൻറ്റേർണൽ മെമ്മറി ഓഫ് ദ CPU ഫോർ സ്റ്റോറിങ് ഡേറ്റ, പ്രോഗ്രാം ആൻഡ് ദ ടെമ്പററി റിസൾട്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് റീഡ് റൈറ്റ് മെമ്മറി. റീഡ് ചെയ്യാനും റൈറ്റ് ഓപ്പറേഷനും മൾട്ടിപ്പിൾ ടൈം റീഡ് ഓപ്പറേഷനും മൾട്ടിപ്പിൾ ടൈംസ് റൈറ്റ് ഓപ്പറേഷനും പറ്റും. മൾട്ടിപ്പിൾ ടൈംസ്, പ്ലീസ് നോട്ട്. ആൻഡ് സ്റ്റോഴ്സ് ഡേറ്റ അണ്ടിൽ ദ ഡിവൈസ് ഈസ് വർക്കിംഗ്. അതായത് ഡിവൈസ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നഷ്ടപ്പെടും. വെൻ ദ മെഷീൻ ഈസ് സ്വിച്ച്ഡ് ഓഫ്, ഡേറ്റ ഈസ് എറേസ്ഡ്. ഇനി ആക്സസ് ടൈം ഇൻ റാം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അഡ്രസ്. സോ എന്താണ് അഡ്രസ്സ് എന്ന് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡേറ്റ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ മെമ്മറിയിൽ തന്നെ ഡിഫറെൻറ്റ് അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ സ്ലോട്ട്സ് ഉണ്ട്. ഓരോ സ്ലോട്ടിനും
ഓരോ അഡ്രസ് ലൊക്കേഷനുണ്ട്. നമുക്ക് വീടിനൊക്കെ അഡ്രസ്സ് ഉള്ളതുപോലെ മെമ്മറിയിൽ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ഉണ്ട്. ഓരോ സ്ലോട്ടിനെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഓരോ അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏത് അഡ്രസ്സിലെ ഡേറ്റ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 100 സ്ലോട്ട്സ് ഉണ്ടെന്ന് വെക്കുക ഒരു മെമ്മറിയിൽ, റഫായിട്ട് പറയുകയാണ് 100 സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ 100 അഡ്രസ് ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ സ്ലോട്ടിനും ഓരോ അഡ്രസ് ലൊക്കേഷനുണ്ട്. ഇനി സ്ലോട്ട് 1ലുള്ള ഡേറ്റ ആക്സസ് ചെയ്യാനും ഇനി 100ാമത്തെ സ്ലോട്ടിലുള്ള ഡേറ്റ അഡ്രസ്സിലുള്ള ഡേറ്റ ആക്സസ് ചെയ്യാനും സെയിം ടൈം പീരീഡ് തന്നെയാണ് എടുക്കുന്നത്. ആ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫെച്ച് ചെയ്യാനുള്ള ടൈം, അതാണ് ടൈം പീരീഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ആക്സസ് ടൈം, ഡേറ്റ ഫെച്ച് ചെയ്യണം, മെമ്മറിയിൽ നിന്ന് പ്രോസസ്സർ ഡേറ്റ ഫെച്ച് ചെയ്യുന്ന ടൈമാണ് ഇവിടെ ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഏത് സ്ലോട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഏത് സ്ലോട്ടിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാനും സെയിം ആക്സസ് ടൈം തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ആക്സസ് ടൈം ഇൻ റാം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അഡ്രസ്. ഏത് അഡ്രസ്സിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും അഡ്രസ്സിൽ നിന്ന് ഡേറ്റ എടുക്കാൻ പറ്റും. ആ ആക്സസ് ടൈം എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഏത് സ്ലോട്ടിൽ നിന്ന് ഡേറ്റ എടുത്തു കഴിഞ്ഞാലും ആക്സസ് ടൈം ഈസ് സെയിം. ദെൻ ഡേറ്റ ഇൻ ദ റാം ക്യാൻ ബി ആക്സസ്ഡ് റാൻഡംലി. ഇന്ന ഓർഡറിൽ തന്നെ ഇപ്പോൾ ഫസ്റ്റ് സ്ലോട്ടിൽ നിന്നുള്ള ഡേറ്റ എടുത്തു, സെക്കൻഡ് സ്ലോട്ടിൽ നിന്നുള്ള ഡേറ്റ എടുത്തു. എനിക്ക് റാൻഡംലി ഡേറ്റ ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സ്ലോട്ടിൽ നിന്ന് എടുത്തു, പിന്നെ 10th സ്ലോട്ടിലെ അഡ്രസ്സ് ഡേറ്റ നമുക്ക് എടുക്കാം, പിന്നെ 99th അഡ്രസ് സ്ലോട്ടിലെ ഡേറ്റ നമുക്ക് എടുക്കാം. അപ്പോൾ പ്രോസസ്സറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റാൻഡംലി ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രം ദിസ് റാം. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഓക്കെ, ഹാർഡ് ഡിസ്കുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മളത് സിസ്റ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഹാർഡ് ഡിസ്കും റാമും തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റാമിന് കുറച്ചുകൂടി, റാം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിരിക്കും. There are two types of RAM, SRAM and DRAM. Static RAM, SRAM. Static എന്ന് പറയുന്നത് the memory retains its contents as long as the power is being supplied. പവർ ഉള്ള സമയത്തോളം ഡേറ്റ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യും. പവർ പോയി കഴിഞ്ഞാൽ the data is lost. So the SRAM chip generally it uses 6 transistors and no capacitors. ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് മാത്രം വെച്ചിട്ടാണ് SRAM ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്ചാർജിങ് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് വരുന്നില്ല. ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നില്ല, ഡേറ്റ ഡിസ്ചാർജ് ചെയ്ത് പോകത്തില്ല, അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് വരത്തില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. ദേ വിൽ നോട്ട് ബി എനി ലീക്കേജ് കറണ്ട്. അതുകൊണ്ട് തന്നെ SRAM നീഡ് നോട്ട് ബി റിഫ്രഷ്ഡ്. ഇപ്പോൾ ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, വെള്ളമാണ് അവിടെ ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ബക്കറ്റിലൊരു ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ലീക്കേജ് വരും. ഇപ്പോൾ ലീക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ, അതായത് അവിടെ വെള്ളമാണ്, വാട്ടറാണ്, വാട്ടർ എന്ന് പറഞ്ഞാൽ ലീക്ക് ചെയ്ത് പോകും. അപ്പോൾ കുറേ സമയം കഴിഞ്ഞാൽ അവിടെ വെള്ളം കാണത്തില്ല. അപ്പോൾ വെള്ളം അവിടെ വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് ടോപ്പപ്പ് ചെയ്യണം. അതിനെയാണ് റിഫ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ലീക്കേജ് ഉണ്ടാവത്തില്ല. സോ ഡേറ്റ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം അത് റിഫ്രഷ് ചെയ്യേണ്ട കാര്യമില്ല, ടോപ്പപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് SRAM ഈസ് ബൾക്കി. സോ ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഈസ് ഹയർ ദാൻ ദ അതർ വൺ. That is, cost is higher than DRAM. It is faster memory, but it is very expensive and need more power to operate. Then dynamic RAM or DRAM. DRAM manufacture ചെയ്തിരിക്കുന്നത് using transistor and capacitor. One transistor and one capacitor. ഇവിടെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ലീക്കേജ് കറണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഒരു ബിറ്റ് ഏത് 0 or 1 സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കറിയാം കപ്പാസിറ്ററിൽ ഡിസ്ചാർജിങ് നടക്കും. ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്യപ്പെടാം. ദറ്റ് ഈസ് ലീക്കേജ് കറണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്ലി റിഫ്രഷ്ഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഡേറ്റ. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചീപ്പർ ആൻഡ് സ്മോളർ ദാൻ സ്റ്റാറ്റിക് റാം. ഈ നെക്സ്റ്റ് സെഷനിലോട്ട് പോകാം. ദറ്റ് ഈസ് റീഡ് ഓൺലി മെമ്മറി ഓർ റോം. അതായത് ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പെർമനൻ്റ് ആയിരിക്കും. മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു തവണ റൈറ്റ് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞാൽ വി ക്യാൻ റീഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഒരു തവണ റൈറ്റിംഗ് പോസിബിളാണ്, അത് കഴിഞ്ഞാൽ പിന്നെ റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ റീഡ് ഓൺലി മെമ്മറി ഓർ റോം എന്ന് പറയുന്നത്. റോം ഇൻ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു ബൂട്ട് ദ സിസ്റ്റം. Then it is also used in mobile phones and it is non-volatile memory. പവർ ഫെയിലർ വന്നു കഴിഞ്ഞാലും ആ ഒരു ചിപ്പിൽ അല്ലെങ്കിൽ റീഡ് ഓൺലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ മെമ്മറി. ഈ വാഷിംഗ് മെഷീനിലും മൈക്രോവേവ് അവനിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള റോം യൂസ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചററാണ് അവിടെ റൈറ്റ് ചെയ്യുന്നത്. ഒരു തവണ റൈറ്റ് ചെയ്തിരിക്കും, ഒരു തവണ റൈറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈക്രോവേവ് അവനൊക്കെ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഡിസ്പ്ലേ ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. ഇന്ന ഫങ്ഷൻസ് അവൈലബിൾ ആണ്, നമുക്കതൊന്ന് ചൂസ് ചെയ്യാം. ആ ഒരു മെനുന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരം ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റോമിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യുക മീൻസ് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് റോം നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഓൾഡ് ടൈപ്പ് MROM, ദാറ്റ് ഈസ് മാസ്ക്ഡ് ROM. It is a type of ROM whose contents are programmed by the IC manufacturers and the data stored in ROM cannot be electrical means ൽ അതിന് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. It cannot be electronically modified. Then another one is EEPROM or Programmable ROM. ഈ PROM എന്ന് പറയുന്നത് ഒരു തവണ മാത്രം നമുക്ക് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. ജനറലി ഇത്തരത്തിലുള്ള PROM എന്ന് പറയുന്ന പ്രോഗ്രാമബിൾ റോം ബ്ലാങ്ക് IC അല്ലെങ്കിൽ ബ്ലാങ്ക് മെമ്മറി മോഡ്യൂളായിട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. പ്രോഗ്രാമേഴ്സ് ക്യാൻ ബൈ ദിസ് ബ്ലാങ്ക് പ്രോം ആൻഡ് വി ക്യാൻ റൈറ്റ് ദ ഡിസൈഡ് പ്രോഗ്രാം ഓൺ ടു ദ ചിപ്പ്. ഒരു തവണ ഈ ബ്ലാങ്ക് പ്രോമിലോട്ട് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു തവണ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എറേസബിൾ. വൺസ് ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് it cannot be erased. So that ROM is called programmable ROM. ഇപ്പോൾ ബ്ലാങ്ക് IC നമുക്ക് മേടിക്കാം, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു തവണ അതിൽ റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യാൻ പറ്റും, പിന്നീട് ഇലക്ട്രിക്കൽ മീൻസ് വഴി അതിനെ എറേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അനദർ ടൈപ്പ് ഈസ് EEPROM, ദറ്റ് ഈസ് എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ആ പേര് തന്നെയുണ്ട്, ഇറ്റ് ഈസ് എറേസബിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി എറേസ്ഡ് ബൈ എക്സ്പോസിങ് UV ലൈറ്റ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇത്തരത്തിലുള്ള EEPROM മെമ്മറി മോഡ്യൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം റോം എന്ന് മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാം, റീഡ് ചെയ്യാം. ഇനി ആ റൈറ്റ് ചെയ്ത പ്രോഗ്രാം എറേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ UV ലൈറ്റ് എക്സ്പോസ് ചെയ്ത് നേരത്തെ റൈറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം നമുക്ക് എറേസ് ചെയ്യാം. എറേസബിൾ, ദാറ്റ് അതുകൊണ്ടാണ് ഇതിനെ EEPROM എന്ന് പറയുന്നത്, എറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഇനി തന്നെ മറ്റൊരു EEPROM ടൈപ്പ് ഉണ്ട്, E²PROM. ഇപ്പോൾ ജനറൽ EEPROMലാണെന്നുണ്ടെങ്കിൽ എറേസബിൾ പ്രോഗ്രാമബിൾ റോം UV ലൈറ്റ് പാസ് ചെയ്തിട്ടാണ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ എറേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എറേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത്. E²PROM ഓർ EEPROM, ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി എറേസബിൾ പ്രോം. ദാറ്റ് മീൻസ് ഒരിക്കൽ റൈറ്റ് ചെയ്ത ഡേറ്റ ഇറ്റ് ക്യാൻ ബി എറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ് ത്രൂ ഇലക്ട്രിക്കൽ മീൻസ്. ഓക്കെ,
ഏകദേശം 10,000 ടൈംസ് നമുക്കിതിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും, എറേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ EEPROM തന്നെ UV-PROM ഉണ്ട്, ഇലക്ട്രിക്കലി എറേസബിൾ പ്രോമും ഉണ്ട്. Advantage of ROM: it is non-volatile, cheaper than RAMs, more reliable than RAM, and doesn't require any refreshing. The next block വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. ദ മെയിൻ പാർട്ട് ഓഫ് അവർ കമ്പ്യൂട്ടർ ഓർ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ CPU. ഇപ്പോൾ CPU എന്തിനാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ് ടു ഫെച്ച് ദ കമാൻഡ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഓർ ഡേറ്റ ഫ്രം ദ മെമ്മറി. യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് എവിടെയാണ് സേവ് ചെയ്യുന്നത്? മെമ്മറിയിലാണ്. മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം, അതായത് ഇൻസ്ട്രക്ഷൻസ് ആവാം, ഡേറ്റയാവാം, അതാദ്യം ഫെച്ച് ചെയ്യുന്നു. ദെൻ അതെന്താണെന്നുള്ള മനസ്സിലാക്കണം. ആ ഒരു കമാൻഡ് എന്താണെന്നുള്ളത് CPU മനസ്സിലാക്കണം. അതാണ് ഇൻ്റർപ്രറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് ഫെച്ച് ദ ഡേറ്റ ഓർ കമാൻഡ്സ്, ദെൻ ഇൻ്റർപ്രറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻ. റഫായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഡ് 20,50. ഇതിൽ ആഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്, ആഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഡേറ്റയാണ് 20,50 എന്ന് പറയുന്നത്. 20 + 50 ആണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ള മനസ്സിലാക്കി ഇനി അവിടെ എന്ത് പെർഫോം ചെയ്യണം? അഡിഷൻ പെർഫോം ചെയ്യണം. സോ CPU എക്സിക്യൂട്ട്സ് ഓർ പെർഫോം ദ റിക്വയർഡ് കമ്പ്യൂട്ടേഷൻസ്. ഫൈനലി it is stored in the memory or it can be sent to the output devices in order to display the output. Okay, so the main components in CPU block are ALU, then control unit and memory register. Then arithmetic and logic unit or ALU, it is used to perform basic mathematical calculations and used to take ലോജിക്കൽ ഡിസിഷൻസ്. ബേസിക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇനി ലോജിക്കൽ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ഓഫ് ടു നമ്പേഴ്സ്, A greater than B or A less than or equal to B. ഇതെല്ലാം ലോജിക്കൽ ഡിസിഷൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ALU യൂണിറ്റ് വരുന്നത്. ALU, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഇനി CPUവിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ബ്ലോക്കാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്, CU. ഇതെന്ന് പറയുന്നത് ഒരു ഡീകോഡറാണ്, ബൈനറി ഡീകോഡർ. കോഡഡ് ഇൻസ്ട്രക്ഷൻസിനെ റിക്വയർഡ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് മാറ്റുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റാണ്. ഇനി ഇത്തരം ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് വിൽ ബി പാസ് ടു ദ അതർ യൂണിറ്റ്സ്, മെമ്മറി ടു ദ മെമ്മറി, ടു ദ ALU, ടു ദ ഇൻപുട്ട് ഡിവൈസസ്, ടു ദ ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഈ ഒരു കൺട്രോൾ സിഗ്നൽസിനെ മനസ്സിലാക്കിയിട്ടാണ് ബാക്കിയുള്ള യൂണിറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിക്വയർഡ് കൺട്രോൾ സിഗ്നൽസ് എങ്ങനെ വർക്ക് ചെയ്യണം, ഒരു ഇൻസ്ട്രക്ഷൻ എന്തൊക്കെ പെർഫോം ചെയ്യണം, എന്തൊക്കെ കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ യൂണിറ്റാണ്. ദെൻ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ട് കൂടിയുണ്ട്, അതാണ് മെമ്മറി രജിസ്റ്റേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഡേറ്റ വിച്ച് ഈസ് ഡയറക്ട്ലി യൂസ്ഡ് ബൈ ദ പ്രോസസർ. പ്രോസസ്സിനെ ഡയറക്റ്റായിട്ട് ഫെച്ച് ചെയ്യാൻ പ്രോസസ്സിനകത്ത് തന്നെ ഒരു ടെമ്പററി യൂണിറ്റ് ഉണ്ട്, ഡേറ്റ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് മെമ്മറി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സൈസിൽ ഈ ഒരു മെമ്മറി ബ്ലോക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു CPUയുടെ അകത്ത് തന്നെ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് എലമെൻ്റാണ് അല്ലെങ്കിൽ മെമ്മറി ബ്ലോക്കാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സൈസിൽ വരുന്നുണ്ട്, 16 ബിറ്റ്, 32 ബിറ്റ്, 64 ബിറ്റ് എക്സെട്ര. The registers are generally used to store operands, intermediate results, etc. ഇനി എങ്ങനെയാണ് ഒരു CPU വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ഫെച്ച് ഓർ ഗെറ്റ് ദ റിക്വയർഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി. മെമ്മറിയിലാണല്ലോ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി. ഇനി അതെന്താണെന്നുള്ള മനസ്സിലാക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഡിറ്റക്ട്സ് ഓർ ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻസ് and data is moved accordingly. നേരത്തെ പറഞ്ഞ പോലെ ആഡ് 20,30 അഡീഷൻ ആണെന്ന് മനസ്സിലാക്കി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഡേറ്റയാണ് 20 and 30, 20 + 30. ഇപ്പോൾ 50 എന്ന റിസൾട്ട് കിട്ടി.
ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് അപ്പോൾ റിസൾട്ടാണ്. അപ്പോൾ ഈ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് അവിടെ പെർഫോം ചെയ്തു. ഇവിടെ ചെയ്യേണ്ടത് അരിത്മെറ്റിക് ഓപ്പറേഷനാണ്, അഡീഷൻ. അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഫൈനലി ദ ALU സ്റ്റോഴ്സ് ദ റിസൾട്ട് ഓഫ് ദ ഓപ്പറേഷൻ ഇൻ ദ മെമ്മറി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 50 എന്ന് പറയുന്ന റിസൾട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സെഷനിലോട്ട് നമുക്ക് പോവാം.